മലയോര മുംബൈയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേസിയായും മാമച്ചായനും രേവതിക്കുട്ടിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേസിയ രേവതിക്കുട്ടിനെ നിർബന്ധിച്ച് ടേബിളിൽ ഇരുത്തിക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. 2 പീസ് ചിക്കനൊക്കെ എടുത്ത് രേവതിക്കുട്ടിയുടെ പ്ലേറ്റിലിട്ട് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ദേ നീ ഇന്ന് മുതൽ ഇവിടെ ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോളണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് രേവതിക്കുട്ടി ഇങ്ങനെ കരയുകയാണ്. കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇതുപോലൊരു സ്നേഹം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ മമ്മി മാത്രമേ ഞങ്ങളിങ്ങനെ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഗ്രേസിയ പറയുന്നുണ്ട്, അതിന് നിന്നെ ആരാ സ്നേഹിക്കുന്നത്, ഞാൻ നിന്നെ വഴക്ക് പറയല്ലേ ചെയ്യുന്നതെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. ശരിക്കും മാമച്ചായനും ഗ്രേസിയയും ഒരു മകളെ പോലെ സ്നേഹിക്കുന്നുണ്ട് രേവതിക്കുട്ടിനെ. പക്ഷേ അത് പുറത്തേക്ക് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉടനെ തന്നെ മാമച്ചായൻ പറയുന്നുണ്ട്, ദേ നീ ഒരു 12 ചപ്പാത്തിയെങ്കിലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് എഴുന്നേൽക്കാവൂ. ഇത് കേട്ട് എപ്പോഴത്തെയും പോലെ രേവതിക്കുട്ടി നിഷേധിക്കുന്നുണ്ട്. ഇല്ല, തർക്കുത്തരം പറയുകയാണ്, ഞാൻ കഴിക്കില്ല. ഇത് കേട്ട് മാമച്ചായനും പുഞ്ചിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ചിന്നുമോള് മുറ്റത്തിരുന്ന് കളിക്കുന്നതാണ് കാണിക്കുന്നത്. കയ്യിലൊരു പാവക്കുട്ടിയുണ്ട്. ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ മമ്മിയെയും അലീനയെയും രേവതിയൊക്കെയാണ് ആലോചിക്കുന്നത്. പെട്ടെന്ന് രേവതി ഇങ്ങനെ ചിന്നുമോളേന്ന് ഉറക്കെ വിളിക്കുന്ന കേൾക്കുകയാണ്. ഞാനിവിടെ ഉണ്ട് എന്ന് കൊഞ്ചിക്കൊണ്ട് ചിന്നു ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട് ചേച്ചി, ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. പക്ഷെ ആരും കാണുന്നില്ല. പെട്ടെന്നാണ് റോഡിലൂടെ രേവതി ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കുഞ്ഞിന് തോന്നുകയാണ്. അങ്ങനെ റോഡിലേക്ക് ഓടുകയാണ്. അകത്തുനിന്നും മദറും ആയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചിന്നുമോളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആയ റോഡിലേക്ക് ഓടുന്ന ചിന്നുമോളെ കാണുന്നത്. പിറകെ ഓടുന്നുണ്ട്. പക്ഷേ കുട്ടി ഞാൻ പോവാണ്, രേവതി ചേച്ചി വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഓടുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഓപ്പോസിറ്റ് വരുന്ന ഒരു ലോറി പെട്ടെന്ന് ചിന്നുമോളെ തട്ടിയില്ല എന്നുള്ള ലെവലിൽ അങ്ങ് നിൽക്കുകയാണ്. ഡ്രൈവർ എന്താ മോളെ എന്ന് ചോദിക്കുന്ന സമയത്ത് ചിന്നുമോൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകും നിങ്ങൾ എൻ്റെ രേവതി ആൻറ്റിയുടെ അടുത്തേക്ക്. എൻ്റെ മമ്മിയുടെ അടുത്തുണ്ട് രേവതി ആൻറ്റിയും അലീന ചേച്ചിയും രേവതി ചേച്ചിയും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും വല്ലാണ്ട് ആവുന്നുണ്ട് ഡ്രൈവർ. അങ്ങനെ അപ്പോഴേക്കും ആയ പിറകെ ഓടി വന്ന് ചിന്നുമോളെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് അലീന മാമച്ചായൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നമ്മുടെ ഗ്രേസിയാണ് ഫോൺ എടുക്കുന്നത്. ഹലോ, ആരാന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതേ രേവതിക്കുട്ടിനെ ഞാൻ അവിടെ കൊണ്ടുവന്ന ആളാണ് അലീന എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഗ്രേസി ചോദിക്കുന്നുണ്ട്, നിന്റെ ഫോണിലേക്ക് ഒരുപാട് വിളിച്ചിരുന്നല്ലോ, ഫോണ് കട്ടായി കിടക്കുകയായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ശരിയായെന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇതിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് റെഡിയാക്കിയത്, അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. എന്നാൽ ശരി, ഇവിടെ എവിടെയോ ഉണ്ട് രേവതിക്കുട്ടി, ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ കൊടുക്കലേ, നിങ്ങളോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് രേവതി മോള്, രേവതിക്കുട്ടിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്, പണികളെല്ലാം ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് യോജിച്ച കുട്ടിയാണോ അവളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഗ്രേസിയ പറയുന്നുണ്ട്, അവൾക്ക് എന്താ കുഴപ്പം, അവൾ നല്ല കുട്ടിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുണ്ടല്ലോ അവളെ ഇവിടെ. പിന്നെ ജോലിയുടെ കാര്യം, അവളെ ഞങ്ങളൊരു ജോലിക്കാരിയായിട്ടല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ആലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം അവൾ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ഗ്രേസിയൊക്കെ സന്തോഷമാവുന്നുണ്ട്. ഗ്രേസിയ ചോദിക്കുന്നുണ്ട്, ഈ രേവതിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, പക്ഷേ നിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, നിനക്കവിടെ സുഖമാണോ അതോ ജോലിഭാരമുണ്ടോ, എങ്ങനെയുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ, നിന്നോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത് എന്നൊക്കെ നമ്മുടെ ഗ്രേസി അന്വേഷിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആലീന മുത്തശ്ശിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, എനിക്കിവിടെ സുഖമാണ്, എനിക്കിവിടെ ജോലിഭാരങ്ങളൊന്നുമില്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അത്ഭുതത്തോടെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഗ്രേസി പറയുന്നുണ്ട്, ശരി, ഞാൻ എന്തായാലും രേവതിക്കുട്ടി ഇവിടെ എവിടെയോ ഉണ്ട്, ഞാൻ വിളിച്ചു നോക്കട്ടെ, ഫോൺ അവളുടെ അടുത്ത് കൊടുക്കാം എന്ന് പറയാണ്. രേവതിക്കുട്ടി എന്നിങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കുമ്പോൾ തന്നെ ആലിനിക്ക് ഒരുപാട് സന്തോഷമാണ്. രേവതി ആച്ചി എവിടെ നിന്നോ ഓടി വന്നിട്ട് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇതാ ഫോണെന്ന് പറയുമ്പോൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അപ്പോൾ ആരാണെന്ന് തന്നെ നോക്കിയെന്ന് ഗ്രേസിയെ പറയുമ്പോൾ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ, ഹലോ മോളെ, ഇത് അലീന ചേച്ചിയാണ്. അലീന എന്ന് പറയുമ്പോഴേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, അലീന ചേച്ചി എത്ര നാളായി സൗണ്ട് കേട്ടിട്ട്, എന്താ വിളിക്കാതിരുന്നതെന്നൊക്കെ ഒരുപാട് സന്തോഷത്തോടെ ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി. അലീന ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് സുഖമാണോ? ഇത് കേൾക്കുന്നതും രേവതിക്കുട്ടി പറയുന്നുണ്ട്, സുഖമാണോ എന്നോ, ഞാനിവിടെ സ്വർഗത്തിൽ വന്നതുപോലെയല്ലേ, ഇവരൊക്കെ എന്നെ അങ്ങനെയാണ് നോക്കുന്നത്, എനിക്ക് പറയാൻ വാക്കുകളില്ല, ഞാൻ എന്താ പറയുക,
എനിക്ക് ഒരുപാട് സന്തോഷമാണ് ചേച്ചി. അപ്പോൾ ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, എനിക്കത് കേട്ടാൽ മതി മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അവരെ ആരെയും നീ സങ്കടപ്പെടുത്തരുത്, എന്തുണ്ടെങ്കിലും നീ എന്നോട് പറയണം. പിന്നെ എപ്പോഴും നിനക്കൊരു ഓർമ്മയുണ്ടായിരിക്കണം, നമ്മൾ അനാഥരാണ്, നമുക്ക് ആരുമില്ല. ആ ഒരു ചിന്ത നിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. അങ്ങനെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മമ്മിയും ഡാഡിയെ പോലെയാണ് നമ്മുടെ ഗേസ്യാമ്മയെയും പിന്നെ മാമച്ചനെയും കാണുന്നതെന്ന് പറയാണ് രേവതിക്കുട്ടി. ഇതൊക്കെ നമ്മുടെ പിന്നെ ഗ്രേസിയെ കേൾക്കുന്നുണ്ട്. ആ ശരി മോളെ, ചേച്ചി പിന്നെയും വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ അലീന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ഫോൺ എടുത്തുകൊണ്ട് ഗ്രേസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതാ ഫോണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ നിൻ്റെ അലീന ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ഇത് കേട്ടതും രേവതിക്കുട്ടിയുടെ മുഖം വല്ലാണ്ടാവുന്നത്, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയാണ്. ഇത് കേൾക്കുന്ന ഗ്രേസി പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ല, പിന്നീട് പറയാൻ വേണ്ടി മനസ്സിൽ വെച്ചേക്കുവാ അല്ലേ. ഇത് കേട്ട് നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ ആ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കാണുന്നതെന്ന് പറയുക. ഇത് കേട്ട് ഗ്രേസി പറയുന്നുണ്ട്, ആണോ നീ ഞങ്ങളെ അങ്ങനെയാണോ കാണുന്നത്? ഇനി മേലാൽ ഞങ്ങളെ കൊച്ചമ്മ എന്ന് വിളിച്ചു പോകരുത്. എന്നെ ആൻറ്റീന്നും മാമച്ചായനെ അങ്കിളെന്നും വിളിച്ചാൽ മതി കേട്ടോ. നിൻ്റെ അലീന ചേച്ചിയുടെ ആൻറ്റി വിളി അല്ല കൊച്ചമ്മ വിളി ഞാൻ അങ്ങ് നിർത്തിച്ചു, ഇനി നീയും നിർത്തിക്കൊള്ളണം, പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി തലയാട്ടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്തായാലും ആൻറ്റി മാമച്ചായനെ അങ്കിളെന്നും വിളിച്ചോളാൻ പറഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഹരി സ്നേഹം നടിച്ചുകൊണ്ട് അവൻ പഠിക്കുന്ന കോളേജിലെ തന്നെ ഒരു പെൺകുട്ടിയെ ഒരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നുണ്ട്. ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഹരി, നമ്മളെപ്പോഴും കോളേജിൽ കാണുന്നില്ലേ, പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ വീട്ടിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ട്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ ഇങ്ങനെ വരുന്നത്. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇത് കേട്ടിട്ട് ഹരി പറയുന്നുണ്ട്, എന്ത് വിചാരിക്കാനാ? അങ്ങനെ ആരും കാണാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും ദൂരം വന്നിരിക്കുന്നത്. നിന്നോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. കോളേജിലിരിക്കുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. എല്ലാവന്മാർക്കും എന്നോട് അസൂയ, ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ന് പറയാണ് ഹരി. എനിക്ക് പേടിയാ ഹരി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോളനിയിലെ ഒരു പെൺകുട്ടി കൈതക്കൽ മാളിക വീട്ടിലെ ചെറുക്കനെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി. എല്ലാം നടക്കും, ഞാനല്ലേ പറയുന്നത് എന്നിങ്ങനെ സ്നേഹം നടിച്ച് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഹരി. പക്ഷേ ആ പെൺകുട്ടി പെട്ടെന്ന് കൈ അങ്ങ് പിറകോട്ട് വലിക്കുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, നമുക്കൊരു ദിവസേ ഒരു ടൂർ പോകണം. എല്ലാവരും അങ്ങനെയാണ്, സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് ടൂറൊക്കെ പോവും, നമുക്കും പോകണം ഒരു ടൂർ എന്ന് പറയുക. ഇത് കേൾക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട്, ഹരി, നടക്കുന്നത് ഈ വരുന്നതൊക്കെ ഓക്കെ, പക്ഷേ ടൂറൊന്നും പറഞ്ഞ് എവിടേക്കും പോകാൻ പറ്റത്തില്ല, അതൊക്കെ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടെന്ന് പറയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്? നീ എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല ടൂർ പോകാമെന്ന് പറഞ്ഞത്. എല്ലാവരും ഇപ്പോൾ ഒക്കെ അങ്ങനെയാണ്. എന്തായാലും നീ എന്നെ വിഷമിപ്പിച്ചു കേട്ടോ. ഞാൻ അങ്ങനെയുള്ളൊരു ചെറുക്കനാണെന്ന് വിചാരിച്ചില്ലേ എന്നിങ്ങനെ അഭിനയിച്ചിട്ട്, കള്ളത്തരം അഭിനയിച്ചിട്ട് നന്നായി നല്ല വണ്ണം ഹരി അഭിനയിക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പറയാണ്. അപ്പോൾ പെൺകുട്ടിക്ക് പാവം തോന്നുകയാണ്. പ്ലീസ് ഹരി, സോറി ഹരി, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാന്ന് ആ കുട്ടി ഇങ്ങനെ ദയനീയാവസ്ഥയിൽ പറയുന്നുണ്ട്. ഒരു ദിവസം കമലൻ വൈജയന്തിക്ക് വിളിക്കുന്നുണ്ട്. കമലും വൈജയ് എന്തൊക്കെയുണ്ട് നിൻ്റെ വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, എന്താ ശിവേട്ടൻ വിളിക്കാറില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ കമലം പറയുന്നുണ്ട്, വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് എന്തറിയണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യണം, പക്ഷേ വീട്ടിൻ്റെ ഭാരമൊക്കെ നോക്കുന്നത് ഞാനല്ലേ, ഭാര്യമാർക്കല്ലേ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം, നിങ്ങളൊക്കെ എല്ലാവരെയും അന്വേഷിച്ചിരുന്നു കേട്ടോ ശിവേട്ടൻ എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് പറഞ്ഞത് ശരിയാ, ഇപ്പം ഈ ആണുങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ, ഇവിടെയും ബാലചന്ദ്രനും അങ്ങനെയൊക്കെ തന്നെ,
അതാ ഓഫീസിൽ പോകുന്നു, കടയിൽ പോകുന്നു, സ്വർണ്ണക്കടയിലിരിക്കുന്നു, എന്നിട്ട് രാത്രിയാകുമ്പോൾ വീട്ടിൽ കയറി വരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനല്ലേ നോക്കുന്നതെന്ന് പറയുമ്പോൾ കമലം പറയുന്നുണ്ട്, നിനക്കവിടെ എന്താ ജോലി? നീയും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നീ ബാങ്കിലേക്ക് പോകുന്നു, വൈകുന്നേരമായി വീട്ടിൽ വന്നാൽ പിന്നെ ഫോണും നോക്കിയിരിക്കുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ആളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഓഫീസിൽ പോയി ബാങ്കിൽ പോയി വന്നാൽ പിന്നെ ഞാനും തന്നെയല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കമലം പറയുന്നുണ്ട്, അവിടെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ അവളില്ലേ, ആ അലീന. എന്നോട് മനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് നമ്മുടെ അലീനയാണെന്ന്. കേൾക്കുന്ന വൈജ പറയുന്നുണ്ട്, അത് ശരിയാ, അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എന്ത് ജോലി പറഞ്ഞാലും അത് നല്ല വൃത്തിയായും വെടുപ്പായും അവൾ ചെയ്തിരിക്കും. പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട, അതും നന്നായി നോക്കും. പിന്നെ അവൾ എന്തുണ്ടാക്കിയാലും ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന കമലം പറയുന്നുണ്ട്, ആ അപ്പം നിനക്കിപ്പോൾ നല്ല സുഖമായി, ഒന്നും ചെയ്യണ്ട അല്ലേ? ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ, ഒരു മോതിരത്തിൻ്റെ കേസ്. 1.5 പവൻ്റെ ഒരു മോതിരം നിൻ്റെ കാണാതായെന്ന് പറഞ്ഞു, അത് കിട്ടുകയും ചെയ്തു അല്ലേ? ഇത് കേൾക്കുന്ന വൈജ പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ ആ മോതിരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താ, എന്ത് ഡൗട്ടാ? അത് നിൻ്റെ പേഴ്സിൽ നിന്നല്ലേ കിട്ടിയത്, പിന്നെ എന്ത് ഡൗട്ടാണെന്ന് കമലം ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന വൈജ പറയുന്നുണ്ട്, അതെ, എൻ്റെ പേഴ്സിൽ നിന്നും കിട്ടിയാലും അത് അവളവിടെ കൊണ്ടുവച്ചതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും അതിന് തെളിവ് കിട്ടിയില്ല. തെളിവ് കിട്ടട്ടെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്.